TCSലെ സംഭവവികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പലരും നിദാ ഖാൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അവരൊരു ടെലികോളർ മാത്രമാണ്, അവരൊരു HR അല്ല എന്നൊക്കെ ഒരു വാദവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലവ് ജിഹാദേ ഇല്ല എന്ന് വർഷങ്ങളോളം പറഞ്ഞവരാണല്ലോ ഇപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പ്രത്യേകിച്ച് കലാകൗമുദി പോലെയുള്ള പ്രസിദ്ധീകരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന്. അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞവര് ഇപ്പോൾ കുറച്ചെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിക്കാൻ തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. നിദാ ഖാന്റെ അച്ഛനും അമ്മാവനും ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ടല്ലോ, അവരവിടുത്തെ പ്രധാനപ്പെട്ട ജീവനക്കാരിയാണ്. ഒരു കോർപ്പറേറ്റ് ജോലി ലഭിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം വേണ്ട എന്ന് പറഞ്ഞിട്ടും പിന്നീട് വളരെ സന്തോഷപൂർവ്വം ജോലിക്ക് വിട്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലവ് ജിഹാദോ കോർപ്പറേറ്റ് ജിഹാദോ മാത്രമായിട്ട് കാണില്ല. ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്ഥാപനങ്ങളിലും ആ സ്ഥാപനത്തിനും അതിന്റെ പരിസ്ഥിതിക്കും അനുസൃതമായ രീതിയിലുള്ള ജിഹാദുകളാണ് ഇപ്പോൾ കേരളത്തിലും ഭാരതത്തിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലും മാത്രമല്ല, ഭാരതത്തിന് വെളിയിലുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ TCSലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ മൊഴി കൊടുത്ത ഗോപാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് ഗോപാലൻ എന്നല്ല, ഗുൽഷൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞെന്താണ്, എന്റെ വിവാഹം, കരിയർ വളർച്ച, കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനം, മികച്ച മരണാനന്തര ജീവിതം തുടങ്ങിയ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ ഹിന്ദു മതത്തിനെ പറ്റിയുള്ള ധാരണക്കുറവുള്ള ഞാൻ പെട്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ സെമറ്റിക് മതമായ ഇസ്ലാമിക വിശ്വാസികൾക്ക് ഈ അവരുടെ മതത്തിനെ പറ്റി കൃത്യമായ ബോധമുണ്ട്. ഹിന്ദുക്കൾക്ക് പക്ഷെ അത്രയും ബോധമില്ല. ആ ബോധമില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനമാണ് നടത്തുന്നത്. നമ്മൾ നോക്ക്, ഈ നാസ്തിക് TCSലെ ഇവരുടെ പോട്ട് നിദാ ഖാന്റെ പേര് അവിടോട്ട് മാറി നിൽക്കട്ടെ. ബാക്കിയുള്ള 7 പേരുടെ പേരുകൾ എന്തൊക്കെയാണ്? ഡാനിഷ് ഷെയ്ഖ്, തൗസിഫ് അത്തർ, റാസ മേമൻ, ഷാറൂഖ് ഖുറേഷി, ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്. ഈ പേരുകൾ ആരൊക്കെയാണ്? ഇത് ഹിന്ദു നാമധാരികളാണോ, ക്രൈസ്തവ നാമധാരികളാണോ? ഇവരെയാണല്ലോ പ്രതിയാക്കിയിരിക്കുന്നത്, ഒരാളെ അല്ലല്ലോ, നിദാ ഖാൻ മാത്രമല്ലല്ലോ. അതുകൊണ്ട് ഇത് വളരെ ആസൂത്രിതമായ രീതിയിലുള്ള ഒരു തന്ത്രമാണ് അവലംബിക്കുന്നത്. കോർപ്പറേറ്റ് രംഗത്ത് ഈ ജിഹാദിവൽക്കരണം വളരെ വ്യാപകമാണ്. അത് NGOകളിൽ ഇന്ന് വ്യാപകമാകുന്നു. അതുപോലെ തന്നെ CSR ഫണ്ടിന്റെ പറവിൽ ഇത് വ്യാപകമാകുന്നു. ഇതുകൊണ്ട് കൃത്യമാണ്, ഇത് ആരില്ലെന്ന് പറഞ്ഞാലും എല്ലാം നമ്മൾ ചിന്തിക്കുക. ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്ന് അർത്ഥമില്ലല്ലോ. ഒരു അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. വിമാനം കണ്ടുപിടിക്കുന്നത് വരെ അത് അന്ധവിശ്വാസമായിരുന്നു. വിമാനം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അത് വിശ്വാസമായി മാറി. ലവ് ജിഹാദ് ഉണ്ട് എന്ന് നിരവധിയായ വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. ആ ജിഹാദ് എന്ന് വെച്ചാൽ ചുമ്മാ 2 സംസാരം കൊണ്ട് നടക്കുന്ന അല്ലല്ലോ. ഇത് വളരെ കൃത്യമായ പരിശീലനം ലഭിച്ച ലവ് ജിഹാദികളായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഗ്രൂമിംഗ് ജിഹാദ് തുടങ്ങിയ ഓരോരോ മേഖലകളിൽ ടൈലർ മെയ്ഡായിട്ട് സ്ഥാപനങ്ങൾക്കും സന്ദർഭത്തിനും അനുസരിച്ച് ജിഹാദ് വരികയാണ്. അതുകൊണ്ട് നിദാ ഖാൻ കുറ്റവാളിയല്ല, അവർക്ക് ടെലികോളർ മാത്രമാണ് എന്നൊക്കെയുള്ള വാദങ്ങളൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇത് കൃത്യമാണ്. ഈ TCSലെ അവധിയുടെ കലണ്ടർ ഒന്ന് പരിശോധിച്ച് നോക്കൂ സുഹൃത്തെ. ആ കലണ്ടറിനകത്ത് 10ഓ 12ഓ വാർഷിക അവധിക്കകത്തെ ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും ഒഴിച്ച് ബാക്കിയെല്ലാം ഇസ്ലാമിക വിശ്വാസികളുടെ അവധികൾ മാത്രമേ TCSലുള്ളൂ. നാസി TCSലെ അവധിയുടെ കലണ്ടർ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. അതുകൊണ്ട് ഇത് വളരെ കൃത്യമാണ്, ആസൂത്രിതമാണ്. ഇത് കാലത്തിനും ഭേദത്തിനും അനുസരിച്ച് പേരുകൾ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ TCS ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അവരെ ഏൽപ്പിച്ചിരുന്ന സംഘടനയെ പോലും സംശയാസ്പദമാണ്. കാരണം അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഫണ്ടിങ് പറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു സംഘടനയാണ്, ഒരു APCR എന്ന് പറഞ്ഞത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ആപ്തവാക്യം എന്താണ്? ഭാരതത്തിന്റെ മോചനം ഇസ്ലാമിലൂടെയാണ്. അവരൊരു സ്ഥാപനത്തിന് ഫണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്ന സ്ഥാപനങ്ങളെ അവർ സഹായിക്കത്തുള്ളൂ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യക്തികളെയും വിലക്കെടുക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലും അത്തരത്തിൽ വിലക്കെടുക്കപ്പെട്ട വ്യക്തികൾ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ തന്നെ കൃത്യമാണ്. ഇത് കൂടത്തേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും ഇത് കേട്ടാൽ യാതൊരു വിധമായ ഞെട്ടലുമില്ല. ഇതിനെപ്പറ്റി അറിവില്ലാത്തവർ ഞെട്ടുകയോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞെട്ടലുണ്ടാകും. പക്ഷെ ഇത് പല രൂപത്തിലും ഭാവത്തിലും ഉണ്ട്, സമൂഹത്തിലുണ്ട്. ധാരാളം ആൾക്കാർ ഞങ്ങളെ സമീപിക്കാറുണ്ട്, പരാതി പറയാറുണ്ട്, സഹായം അഭ്യർത്ഥിക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് KT ശങ്കരൻ അദ്ദേഹത്തിന്റെ ഒരു വിധിക്കകത്ത് ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിച്ചു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഹൈക്കോടതിയിലേക്ക് അന്നത്തെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ച് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ ലവ് ജിഹാദിന് ഇരയായിട്ടുള്ള ആ കുട്ടിയുണ്ടല്ലോ,
വൈക്കത്തുകാരി, ആ കുട്ടിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ മിനിറ്റിന് കോടികൾ ഫീസ് വാങ്ങുന്ന ഈ കപിൽ സിബൽ പോലെയുള്ള വക്കീലന്മാരെ ഹാജരായത് എങ്ങനെയാണ്? ആരാണ് പൈസ കൊടുത്തത്? ഇതിന്റെ പുറകെ പൈസ ഇറക്കുന്ന ശക്തികളുണ്ട്. ഒരു പെൺകുട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവളെ മതപരിവർത്തനം ചെയ്താൽ ഇത്ര ലക്ഷം രൂപ, ഇത്ര ആയിരം രൂപ എന്നുണ്ട്. അതും ഗ്രേഡ് തിരിച്ചാണ്. ബ്രാഹ്മണ പെൺകുട്ടികൾക്ക് ഇത്ര, അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത്ര, അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത്ര, ഇതിന് റേറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഒരു കരിയറായിട്ട് പലരും ഏറ്റെടുത്ത് കഴിഞ്ഞു ഇത്. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴത്തേക്ക് ഇതിന്റെ യഥാർത്ഥ ആശയത്തിൽ നിന്നുകൊണ്ട് ഡൈവേർട്ട് ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ കഴിയുന്നുണ്ട് അല്ലെ? അത് വളരെ എളുപ്പത്തിൽ അവർക്ക് ഡൈവേർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ കുറെ പേര് വിശ്വസിക്കുന്നു ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന്, ഇപ്പോഴും കുറെ പേര് വിശ്വസിക്കുന്നു. അത് ശരിയാണ്. ഈ കുറെ ആൾക്കാരൊക്കെ ഈ ഭാരതത്തില് ഈ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ മറവിൽ ഭരണഘടനയെ തിരികെ കയറ്റിയൊരു വാക്കാണ് മതേതരത്വം. ഈ മതേതരത്വം ഭാരതത്തിലെയും കേരളത്തിലെയും ഹിന്ദുക്കൾ മാത്രം സ്വീകരിച്ചൊരു വാക്കാണ്. അവർ വലിയ മതേതരത്വമാണ്. അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് എന്തിനാണ്? അത് അവിടെ നടക്കട്ടെ, ഞാൻ എൻ്റെ വീട്ടിലും എനിക്കും പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള ചിന്ത മാത്രമാണ് ഹിന്ദുക്കൾക്കുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നരേറ്റീവ്സ് സൃഷ്ടിക്കാനുള്ള പെയ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ പോലും ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ഉണ്ട്. അവർ സൃഷ്ടിക്കുന്ന നരേറ്റീവ്സ് നമ്മുടെ നാട്ടിൻ പുറത്ത് പറയല്ലോ, അത് വാട്സാപ്പിൽ ഞാൻ കണ്ടു, വാട്സാപ്പിൽ ഒരു കാര്യം കണ്ട ശരിയാണെന്ന് വിശ്വസിക്കുന്ന സാധുക്കൾ നിറഞ്ഞൊരു സമൂഹമാണ് നമ്മളുടേത്. അങ്ങനെയല്ലേ? താങ്കൾ തന്നെ ശ്രദ്ധിക്കൂ. നമ്മുടെ സാധാരണക്കാർ പറയും അത് ഞാൻ വാട്സാപ്പിൽ കണ്ടല്ലോ, കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്ന് ഏതെങ്കിലും ഒരു സ്കൂൾ കുട്ടി വാട്സാപ്പിൽ ഒരു പോസ്റ്റ് ജൂൺ മാസം മഴക്കാലത്ത് ഇട്ടാൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇന്നും ഈ സൈബർ തട്ടിപ്പുകൾ ഇത്രയും വ്യാപകമായിട്ടും താങ്കൾ ശ്രദ്ധിക്കൂ, വിദ്യാഭ്യാസമുള്ള വലിയ യോഗ്യതയുള്ള നൂറുകണക്കിന് ആൾക്കാർ എന്തേ സൈബർ തട്ടിപ്പിൽ വീണ്ടും 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 പെട്ടുകൊണ്ടിരിക്കുന്നു? ഇന്നും സുപ്രീം കോടതി ഇന്നലെ ആശങ്ക പ്രകടിപ്പിച്ചല്ലോ. ആ സാഹചര്യം തന്നെയാണിത്. ഇതുമൊരു തട്ടിപ്പും ചൂഷണവുമാണ്. അതിനെ മുതലെടുക്കുന്നു. മതേതരത്വ ഹിന്ദുക്കൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസവും പറയുന്നു. പക്ഷെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സത്യമാണ്. ഇതിപ്പോ സകല മേഖലകളിലും അവരുടെ ഒരു ആധിപത്യമാണോ? ഇപ്പൊ നമ്മൾ കോർപ്പറേറ്റ് മേഖലകളിൽ കണ്ടു, മുമ്പ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല മേഖലകളിൽ കണ്ടു, മറ്റേ അൽഫലാഗ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ വൈറ്റ് കോളർ ടെററിസം നമ്മൾ കണ്ടു. അപ്പൊ സകല മേഖലകളിലും അവരുടെ ഒരു ആധിപത്യമാണോ ഇപ്പൊ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലും? തീർച്ചയായിട്ടും. ആദ്യം ജിഹാദ് എന്ന വാക്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഡ്രഗ് ജിഹാദ് വന്നു, ലാൻഡ് ജിഹാദ് വന്നു, ലവ് ജിഹാദ് വന്നു, മെഡിസിൻ ജിഹാദ് വന്നു, കോർപ്പറേറ്റ് ജിഹാദ് വന്നു. ഇങ്ങനെ ഏകദേശം എൻ്റെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് 85-90ഓളം വരുന്ന വ്യത്യസ്തമായ ജിഹാദുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ സ്ഥാപനത്തിനും ഓരോ സമൂഹത്തിനും ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ ജിഹാദുകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഖുറാനിൽ പറയുന്നുണ്ട്, അവരുടെ മതത്തിന് വേണ്ടി ത്യാഗമനുഷ്ഠിച്ചുകൊണ്ട് ആ മതത്തിനെ വളർത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ജിഹാദ് എന്ന് പറയുന്നു. ഇതൊരു ഗാന്ധിയൻ മാർഗമൊന്നുമല്ല, ഇത് സമാധാനത്തിന്റെ മാർഗമൊന്നുമല്ല. ഇത് ചൂഷണത്തിന്റെയും തട്ടിപ്പിന്റെയും അതുപോലെ തന്നെ ഭീഷണിയുടെയും ഭാഷയിൽ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സ്വധർമ്മത്തിലേക്ക് ആളിനെ കൂട്ടിയേർക്കാനും അതിൽ കൂടി തങ്ങളുടെ മതം വളരാനുമുള്ള ഒരു കൃത്യമായ അജണ്ടയാണ്. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സമൂഹം കണ്ടില്ല എങ്കിൽ വളരെ അപകടമാണ് കേരളത്തിൽ, ഇന്ത്യയിൽ.